ഇന്ന് നമ്മളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക കേട്ടോ. എണ്ണ ഒഴിച്ച് അത് ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഇവിടുത്തെ ഇഞ്ചിയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കണം. ആദ്യം ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വത്തലമുളക് ഇട്ടു. വത്തലമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നല്ല നാടൻ കരിയാപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഇതിന് വേപ്പില കട്ടി എന്നാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിക്ക്. അപ്പം കരിവേപ്പില നല്ലപോലെ വേണം. നമ്മൾ നല്ല പച്ചക്കറിയാപ്പില നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ ഒരു വറുത്ത് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കണം, നല്ല ക്രിസ്പി പരുവത്തിൽ. എന്നാലേ അത് നമുക്ക് ആ പൊടിഞ്ഞ് കിട്ടുമ്പോൾ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തേങ്ങയും 1/2 മുറിയും കൂടെ, അങ്ങനെ 1.5 മുറിയും ഉദ്ദേശിച്ച കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇതിൻ്റെ അകത്തിട്ട് നല്ലപോലെ മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറിലാക്കി എടുക്കണം. ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. വീണ്ടും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് കുറച്ച് വാളംപുളി അതിൻ്റെ ഇട്ട് കൊടുക്കാം. വാളംപുളി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാളംപുളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല കേട്ടോ. ചമ്മന്തിപ്പൊടി ഇച്ചിരി നല്ല ഉപ്പ് വേണം നമുക്ക്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി, ചുമന്ന കളറല്ല, നമ്മളിത് വറുത്ത് പൊടിച്ച് വരുമ്പോൾ ആ ഒരു കറുത്ത കളർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി തന്നെ ഇടണം. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂടുതലോ കുറച്ചൊക്കെ ഇടാം. ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇപ്പം നല്ല പരുവത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ആറി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ കണ്ടമാനം പൊടിച്ച് അരച്ച് എടുക്കരുത്, കാരണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ പരുവത്തിൽ നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിപ്പൊടി റെഡി.